മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയും. ഇതിനെ സംബന്ധിച്ച് സ്വാഗതഭാഷണത്തിൽ കൂടുതലൊന്നും പറയാനില്ല. കാര്യങ്ങൾ നമ്മൾ മൈസൂരിൽ നടക്കുന്നു. ആദ്യമായി ഇന്നത്തെ ഈ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാന്യയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സേവ അവരുടെ ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ബഡ്ജറ്റ് അവതരണം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് അസ്രഫ് അലി അവരുടെ ഞാൻ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യും. വൈസ് പ്രസിഡന്റ് അസ്രഫ് അലി, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർള, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കീന, മെമ്പർമാരായ സുകുമാരൻ, അശ്വനി. ഇന്നത്തെ ഞങ്ങളെ ഭരണസമിതി വന്ന ശേഷം അവസാന ഘട്ടത്തെ ഒരു ബഡ്ജറ്റാണ് ഇന്നത്തെ 2025-26 ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് അവതരണം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയും സഹായവും ഉണ്ടാവണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ത്രിപഞ്ചായത്തിൽ ഫണ്ടില്ലാത്തൊരു സ്ഥാപനമാണ്, നിങ്ങൾക്കറിയാം. ഗ്രാമപഞ്ചായത്തിനായാലും ത്രിപഞ്ചായത്തിലെ മറ്റ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായാലും അവർക്ക് ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന ടെൻഡറുകളുടെ സേവിങ്സാണ്. പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ കാര്യം നടത്തിപ്പിക്കാരാണ് ബ്ലോക്ക് പഞ്ചായത്ത്. അങ്ങനെ വരുമ്പോൾ അതിനുള്ള പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും നിങ്ങളിൽ നിന്നും ഉണ്ടാവണമേ എന്ന് അപേക്ഷിച്ചു നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈമാസിയയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ട് 5ാമത്തെ വർഷമാണ് ബജറ്റാണിത്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ 2021-22 അധികാരത്തിൽ വന്നിട്ട് 5ാമത്തെ വാർഷിക ബജറ്റാണിത്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ 2021-22 സാമ്പത്തിക വർഷത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി ചിലവ് 100% ചെലവഴിച്ചതിന്റെയും 2024-24 വർഷം 82% ചെലവഴിച്ചതും 2024-25 വർഷത്തെ പദ്ധതി 100%-ത്തിലെത്തിക്കാൻ സാധിക്കുമെന്നതിലുള്ള ആത്മവിശ്വാസത്തോടെയുമാണ് 5ാമത്തെ സമ്പൂർണ്ണ ബജറ്റ് 2025-26 നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് 2025-26 പ്രാരംഭ നീക്കിയിരുപ്പ് 5,04,849 രൂപയും ആകെ പ്രതീക്ഷിക്കുന്ന വരവ് 49,85,21,070 രൂപയും പ്രാരംഭ ബാക്കി ഉൾപ്പെടെ ആകെ വരവ് 49,90,25,919 രൂപയും ആകെ പ്രതീക്ഷിക്കുന്ന ചെലവ് 49,70,36,970 രൂപയും ബാക്കി 19,88,949 രൂപയും നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഈ ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റിന്റെയും മറ്റ് ഭരണസമിതി അംഗങ്ങളുടെയും അനുമതിയോടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യ നീതി, സമത്വം, പിന്നോക്ക വിഭാഗങ്ങളുടെ അർഹമായ പരിഗണന എന്നിവയെല്ലാം ഉൾക്കൊണ്ട് സമഗ്രതല സ്പർശിയും സമസ്ത ജനസേവന പരിപാലനവും പരമാവധി ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്.
ഇതിനായി ആകെ 59,2500 രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിപണന കേന്ദ്രം പൂർത്തീകരണത്തിനായി 18 ലക്ഷം രൂപയും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആയതിനാൽ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് ഊന്നൽ നൽകി ശാസ്ത്രീയമായി ആവിഷ്കരിക്കുന്നതിനും ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുടെ പുനരുദ്ധാരണത്തിനും ആകെ 51 ലക്ഷം രൂപ വകയിരുത്തുന്നു. ABC പദ്ധതി വീതമായി 3 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഉത്പാദന മേഖലയിൽ ആകെ 11,02,500 രൂപ വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ ബഡ്ജറ്റിൽ അനന്തമായ സേവന മേഖലകളിൽ അവയുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അറബിക്കടൽ, ചന്ദ്രഗിരിപ്പുഴ, ശ്രീയാപ്പുഴ എന്നിവയുടെ തീരം ഉൾക്കൊള്ളുന്ന പ്രദേശമാണെങ്കിലും ശുദ്ധജല ദൗർബല്യം നേരിടുന്ന ഒരു ജില്ല കൂടിയാണ്. ഇത് കണക്കിലെടുത്ത് ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് അതാത് പ്രദേശത്തെ സാധ്യതകൾ കണക്കിലെടുത്ത് എല്ലായിടത്തും കുടിവെള്ളത്തിന്റെ പൊതുവിതരണം ഉറപ്പാക്കുന്നതിന് ഈ മേഖലയിൽ 60 ലക്ഷം രൂപ വകയിരുത്തുന്നു. സേവന മേഖലയിൽ ഭവന നിർമ്മാണത്തിന് പരമപ്രധാനം നൽകുന്നത് ഈ സമിതി പ്രത്യേക പദ്ധതികളായ ലൈഫ്, PMAY എന്നീ പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിന് വകയിരുത്തുന്നു. സേവന മേഖലയിൽ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതാണ് ആരോഗ്യ മേഖല. കോവിഡ് മഹാമാരി പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനും CHC, PHC എന്നിവയുടെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അത്യാഹിത മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കി പോഷകാഹാര അപര്യാപ്തത പരിഹരിച്ച് ആരോഗ്യ മേഖലയിലെ കേരളത്തിന്റെ പ്രഥമ സ്ഥാനം നിലനിർത്തുന്നതിനും ഈ മേഖലയിൽ 1,78,50,000 രൂപയും വകയിരുത്തുന്നു. നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുന്നതിനും നവീന ആശയങ്ങൾ മനസ്സിലാക്കി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കുമായി ഒരു പഠനയാത്ര നടത്തുന്നതിനായി 4 ലക്ഷം രൂപ ഈ ബജറ്റിൽ വകയിരുത്തുന്നു. മാലിന്യ നിർമ്മാർജ്ജനം ആരോഗ്യ പരിപാലനത്തിന്റെ മുഖമുദ്രയാണ് പൊതുശുചിത്വം. നിർമ്മാർജ്ജനവും മാലിന്യത്തെ അവയുടെ ഉത്ഭവസ്ഥാനത്ത് തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ജൈവ അജൈവ മാലിന്യങ്ങളെ ചാക്രീകരിക്കുന്നതിനും പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിക്കുന്നതിനും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അവയൊന്നും നാളിതുവരെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പരിസര ശുചിത്വവും ആരോഗ്യവും സംസ്കാരവും പരസ്പര ഇടത്തോടെ RRF നിർമ്മാണം അടക്കം ഈ മേഖലയ്ക്കായി 1,10,00,000 രൂപ വകയിരുത്തുന്നു. പിന്നോക്ക വിഭാഗം SC/ST സാമൂഹ്യ സമത്വം ഉറപ്പാക്കുന്നതിന് ഇനിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിന് ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നതിനും അവരുടെ ക്ഷേമ പ്രവർത്തനത്തിനുമായി 1,30,63,000 രൂപ ഇതിനായി വകയിരുത്തുന്നതിനും 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. സമൂഹത്തിലെ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി അവരുടെ ജീവനാഭിവൃദ്ധിക്കും സാമൂഹ്യ സുരക്ഷയ്ക്കുമായി 40 ലക്ഷം രൂപ വകയിരുത്തുന്നു. യുവജനക്ഷേമ പ്രവർത്തനത്തിനും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനൗപചാരിക വിദ്യാഭ്യാസം അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 36,10,000 രൂപ വകയിരുത്തുന്നു. പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സ്വപ്ന പദ്ധതികളായ PMAY, ലൈഫ് എന്നീ പദ്ധതികളിലൂടെ പരമാവധി ഭവനരഹിതരെ ഈ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ട് സമസ്ത സകല ജനവിഭാഗത്തിന്റെയും ക്ഷേമ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 ബജറ്റ് വിശദമായ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി സാഹിബിന്റെ വേണ്ടി സമന്വയം സമർപ്പിച്ചുകൊള്ളുകയാണ്. 1,88,949. കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഷ്റഫ് കർല, സെക്കീന ഹാജി. 5-26 സാമ്പത്തിക വർഷത്തിലെ ബജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഭരണസമിതിയായ അംഗങ്ങളായി വന്ന വർഷം, അതായത് 2021-22 വർഷത്തിൽ നമുക്ക് 100% ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2022-23 വർഷത്തിലും 23-24 വർഷത്തിലും ഏകദേശം 82% നമുക്ക് ചെലവഴിക്കാൻ പറ്റി. ഇപ്പം 24-25 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് 100% ചെലവഴിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ 2025-26 സാമ്പത്തിക വർഷത്തെ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിട്ടുള്ളത് ഉൽപാദന മേഖലയിലാണ്. ഏകദേശം 11,02,500 രൂപയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. സേവന മേഖലയിലാണെങ്കിൽ 6,41,72,400 രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പശ്ചാത്തല മേഖലയിലാണെങ്കിൽ 2,44,30,000 രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഇവിടെ ഉൾപ്പെടുത്താമെന്ന് അറിയിക്കുന്നു. ഈ ബജറ്റിന് എല്ലാവിധ ഭാവങ്ങളും നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി,
ಸ್ಟ್ಯಾಂಡಿಂಗ್ ಕಮಿಟಿ ಶುಭಾಶಂಸನೆಗೆ ಸ್ಥಾಯಿ ಸಮಿತಿ ಅಧ್ಯಕ್ಷರುಗಳೇ, ಅದೇ ರೀತಿ ವೇದಿಕೆಯಲ್ಲಿರುವ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ಜನಪ್ರತಿನಿಧಿಗಳೇ, ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಸೆಕ್ರೆಟರಿ ನಂದಗೋಪಾಲ್ ಸರ್ ಅವರೇ, ಅದೇ ರೀತಿ ವೇದಿಕೆಯ ಮುಂದೆ ಆಸೀನರಾಗಿರುವ ವಿವಿಧ ಇಲಾಖೆಯ ಅಧಿಕಾರಿ ವೃಂದದವರೇ, ಅದೇ ರೀತಿ ನನ್ನೊಲವಿನ ಪತ್ರಕರ್ತ ಬಂಧುಗಳೇ, ಇದೀಗ ಮೇಲೆ ಸೂಚಿಸಿದ ಹಾಗೆ ಕಾಸರಗೋಡು ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ 2025-26 ಆರ್ಥಿಕ ವರ್ಷದ ಬಜೆಟನ್ನು ಇಲ್ಲಿ ಮಂಡಿಸಲಾಗಿದೆ. ಮೊದಲೇ ಉಪಾಧ್ಯಕ್ಷರು ಸೂಚಿಸಿದ ರೀತಿಯಲ್ಲಿ ಸರ್ಕಾರ ಕೊಡುವ ಆರ್ಥಿಕ ಗ್ರಾಂಟ್, ಅದು ಕೇರಳ ಸರ್ಕಾರವಾಗಲಿ ಅಥವಾ ಭಾರತ ಸರ್ಕಾರವಾಗಲಿ ಕೇಂದ್ರ ಸರ್ಕಾರವಾಗಲಿ ನೀಡುವ ಆರ್ಥಿಕ ಗ್ರಾಂಟನ್ನು, ಅನುದಾನವನ್ನು ಬಳಸಿಕೊಂಡು ಸರ್ಕಾರ ಸೂಚಿಸಿದ ನಿಬಂಧನೆಗಳಿಗೆ, ಅವರು ಹೇಳಿದ ವಲಯಗಳಿಗೆ ಮಾತ್ರ ಅದನ್ನು ಮೀಸಲಿಟ್ಟು ವಿನಿಯೋಗಿಸಲು ಸಾಧ್ಯವಾಗ್ತಿದೆ. ಕಳೆದ 4 ವರ್ಷಗಳ ಬ್ಲಾಕ್ ಪಂಚಾಯತಿನ ನೇತೃತ್ವದಲ್ಲಿ ಉತ್ತಮ ರೀತಿಯ ಸಾಧನೆ. ಯಾಕಂತಂದರೆ ಈ ಬಜೆಟ್ ಮಂಡಿಸುವುದಲ್ಲ, ಅದರಲ್ಲಿ ಹೇಳಿದಂಥ ಪ್ರಾಜೆಕ್ಟ್ಗಳನ್ನು ಅದು ಸಮಯಬಂಧಿತವಾಗಿ, ಯಾಕಂದರೆ ಅದೇ ಆರ್ಥಿಕ ವರ್ಷದಲ್ಲಿ ಅದನ್ನು ಮುಗಿಸಲು ನೋಡಿ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಸಹಕರಿಸಿದ್ದಾರೆ ಆಡಳಿತ ಎಲ್ಲ ಸದಸ್ಯರು, 15 ಮಂದಿ ಸದಸ್ಯರುಗಳು. ಅದೇ ರೀತಿಯಲ್ಲಿ ಇಂಪ್ಲಿಮೆಂಟಿಂಗ್ ಅಧಿಕಾರಿಗಳು ಅವರು ಸಹ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಸಹಕರಿಸಿದ್ದಾರೆ. ಈ 25-26ನೇ ವರ್ಷದ ಬಜೆಟಿನಲ್ಲಿ ನಮ್ಮ ಬೆಂಬಲವನ್ನು, ಮುತುವರ್ಜಿಯನ್ನು ನೀಡಲಾಗಿದೆ. ಅದಕ್ಕಾಗಿ ನಾನು ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ಮತ್ತು ಆಡಳಿತ ಮಂಡಳಿಯನ್ನು ಎಲ್ಲರ ಪರವಾಗಿ ನಾನು അഭിനന്ദിച്ച ബയസ്തിದೆ. ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിനായി നിർവ്വഹണ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടുന്ന ജനറൽ പർപ്പസ് ഫണ്ടുകളുടെ റിക്വസ്റ്റ് ഫോം A1 A2 എന്നായി കളക്ട് ചെയ്യുകയും ആ ഫോം ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2000 നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുകയും കേരള ബജറ്റിന് ശേഷം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിക്കുന്ന ബജറ്റ് അലോക്കേഷൻ ലഭിക്കുകയും ഈ ബജറ്റ് അലോക്കേഷൻ വെച്ചിട്ട് നമ്മുടെ പദ്ധതികൾക്കുള്ള ഫണ്ട് വിവിധ ഘട്ടങ്ങളിലായി വകയിരുത്തുകയും അത് പ്ലാൻ കോർഡിനേറ്റർ സുഗുണ സാറുമായി സംസാരിക്കുകയും സുഗുണയുടെ അദ്ദേഹം തയ്യാറാക്കിയ ഈ ബജറ്റ് വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ച മുൻഗണനാ പ്രകാരമുള്ള പദ്ധതികൾ തയ്യാറാക്കി 55,770 മൂലധന $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. City Gold, Gold and Diamonds, Kerala and Karnataka.